വെള്ളപ്പൊക്കം തടയാൻ പുതിയ പദ്ധതിയുമായി ദുബായ് ക്രീക്ക് പുനരുദ്ധാരണ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. 10,20,00,000 ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. വെള്ളപ്പൊക്കം തടയാൻ 10,20,00,000 ക്രീക്ക് പുനരുദ്ധാരണ പദ്ധതിയാണ് ദുബായ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചത്. 50 വർഷത്തിലേറെയായി വിവിധ വെല്ലുവിളികളെ അതിജീവിച്ച ദുബായ് ക്രീക്ക് മതിലുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി പുനർനിർമ്മിക്കുന്നതാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ കഠിനമായ കാലാവസ്ഥയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് തടയുകയും വാണിജ്യ ഗതാഗതത്തിനുള്ള തടസ്സങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഈ പദ്ധതി 2 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക. പ്രാരംഭഘട്ടത്തിൽ ദുബായ് ക്രീക്കിന്റെ ദേറ ഭാഗത്തുകൂടിയുള്ള 2.1 കിലോമീറ്റർ ദൈർഘ്യം പുനഃസ്ഥാപിക്കും. സൈറ്റിനെ ഒന്നിലധികം വിഭാഗങ്ങളായി വിഭജിക്കും. തടസ്സമില്ലാതെ ഡോക്കിംഗ് ട്രാഫിക് ഉറപ്പാക്കാൻ ഓരോ സെഗ്മെന്റ് തുടർച്ചയായി പാറ്റേൺ ചെയ്യും. രണ്ടാം ഘട്ടം ബർദുബായ് ഭാഗത്ത് 2.3 കിലോമീറ്റർ നീളത്തിലാണ് ഉണ്ടാവുക. സുരക്ഷിതമായ നാവിഗേഷൻ സേവനങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനായി 200 ആങ്കറുകൾ ക്രീക്കിൽ സ്ഥാപിക്കുകയും ചെയ്യും. ദുബായ് ക്രീക്കിലെ കടൽ ഗതാഗതത്തിനും വാണിജ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള സുരക്ഷയും സുരക്ഷാ നടപടികളും മെച്ചപ്പെടുത്തുന്നതിനാണ് പദ്ധതി സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനം, ദുബായ്.